ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വലിയ വഴിത്തിരിവാണ് ഇന്ന് ഇറാന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇറാനെതിരെ മിന്നൽ ആക്രമണം നടത്തുമെന്ന് ദിവസങ്ങളായി ഭീഷണി മുഴക്കിയിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് 2026 ജനുവരി 16 പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും നടത്തിയ വലിയൊരു ഡിപ്ലോമാറ്റിക് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ട്രംപ് ഈ പിൻവാങ്ങൽ നടത്തിയിരിക്കുന്നത് എന്നാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം? ട്രംപിനെ തടഞ്ഞത് ആരൊക്കെയാണ്? ഇറാൻ ഇപ്പോൾ സുരക്ഷിതമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇനി. ഇറാനിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്ന ഇറാന്റെ നടപടിക്കെതിരെ കടുത്ത സൈനിക നീക്കം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ ആക്രമണ പദ്ധതി ട്രംപ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ലോകം ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലായിരുന്ന ആ 48 മണിക്കൂറിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന വാർത്ത വരുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഇറാന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആണ് ഈ ആക്രമണം തടയാൻ മുൻകൈ എടുത്തത് എന്നാണ് സൂചന. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കഴിഞ്ഞ ബുധനാഴ്ച നെതന്യാഹു ട്രംപിനെ ഫോണിൽ വിളിച്ച് ഈ ആക്രമണം ഇപ്പോൾ വേണ്ടെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇസ്രായേലിന് ലോജിക്കലായ ഒരു കാരണമുണ്ട് ഇവിടെ. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ തീർച്ചയായും ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തും. എന്നാൽ ഈ സമയം ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റം കുറച്ചുകൂടി സജ്ജമാക്കേണ്ടതുണ്ട് എന്നും പെട്ടെന്നൊരു തിരിച്ചടി നേരിടാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നുമാണ് നെതന്യാഹു അറിയിച്ചത്. അതുകൊണ്ട് കുറച്ച് സമയം കൂടി തരൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇസ്രായേൽ മാത്രമല്ല, നമ്മുടെ അയൽക്കാരായ ഗൾഫ് രാജ്യങ്ങളും ട്രംപിന് മേൽ കനത്ത പ്രഷർ ചെലുത്തിയിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് വാഷിംഗ്ടണിനോട് സംസാരിച്ചത്. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം വന്നാൽ അത് അവരുടെ ഇക്കണോമിയെ സാരമായി ബാധിക്കും, ഒരുപക്ഷെ തകർത്തേക്കാം. പ്രത്യേകിച്ച് സൗദിയിലെ വിഷൻ 2030 പോലുള്ള വലിയ പ്രൊജക്ടുകൾ നടക്കുമ്പോൾ റീജിയണൽ സ്റ്റെബിലിറ്റി അവർക്ക് വളരെ പ്രധാനമാണ്. ആക്രമണം ഉണ്ടായാൽ, അത് നടന്നാൽ ഇറാന്റെ തിരിച്ചടി ഗൾഫിലെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറുകളെ ബാധിക്കുമെന്നും ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിൽ വൻ വിലക്കയറ്റം ഉണ്ടാകുമെന്നും ഗൾഫ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഇതിനെ ഗ്രേവ് ബ്ലോ ബാക്സ് എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ സൈന്യത്തിന് അവരുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ സൗദി അറേബ്യ അനുമതി നൽകില്ല എന്നും റിപ്പോർട്ടുകൾ ഇതിനിടയിലുണ്ടായിരുന്നു. ഇതിനിടയിലായിരുന്നു ട്രംപിന് ആശ്വസിക്കാവുന്ന മറ്റൊരു വാർത്ത ഇറാനിൽ നിന്ന് വന്നത്. ഇറാൻ ജയിലുകളിൽ വധശിക്ഷ കാത്തുനിന്നിരുന്ന ഏകദേശം 800ഓളം പ്രക്ഷോഭകരുടെ ശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവിറ്റ് സ്ഥിരീകരിച്ചിരുന്നു. ട്രംപ് തന്നെ ട്വിറ്ററിലൂടെ പറഞ്ഞത് ഓൺ ഗുഡ് അതോറിറ്റി, അല്ലെങ്കിൽ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാൻ കൊലപാതകങ്ങൾ നിർത്തിയെന്ന വിവരം ലഭിച്ചു എന്നാണ്. ഇത് ട്രംപിന് തന്റെ സൈനിക നടപടിയിൽ നിന്ന് തൽക്കാലം പിന്മാറാൻ ഒരു റീസണായി മാറി. പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ട്രംപ് ആക്രമണം നിർത്തിവെച്ചിട്ടില്ല, മാറ്റിവെച്ചിട്ടേ ഉള്ളൂ എന്നുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം ഇതാണ്: ട്രംപ് ആക്രമണം നിർത്തിവെച്ചതല്ല, മാറ്റിവെച്ചു എന്നുള്ളതാണ് കാര്യം. അമേരിക്കയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ ഇപ്പോൾ സൗത്ത് ചൈന കടലിൽ നിന്ന് പടിഞ്ഞാറൻ ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം 3 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സും ഉണ്ട്. ജനുവരി അവസാനത്തോടെ ഇത് പേർഷ്യൻ കടലിടുക്കിൽ എത്തിച്ചേരും. ഇറാൻ വീണ്ടും പ്രക്ഷോഭകരെ ഉപദ്രവിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ ആക്രമണം തുടങ്ങാൻ സജ്ജമായിട്ടാണ് അമേരിക്കൻ കപ്പൽപ്പട വരുന്നത്. നിലവിൽ ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. യുദ്ധമുണ്ടാകുമോ അതോ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ? ഇറാൻ പ്രക്ഷോഭം എത്രത്തോളം ഇനിയും മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.